ഓളപ്പരപ്പിൽ കരുത്ത് കാട്ടാൻ അപ്പർ കുട്ടനാട്ടിൽ നിന്നും പുതിയ ജലരാജാവ് നീരടിഞ്ഞു. നിരളം പുണ്യാളൻ ചുണ്ടൻ സമിതിക്ക് വേണ്ടി പ്രസിഡന്റ് റെന്നി ഫിലിപ്പോസിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം ആരംഭിച്ച പുണ്യാളൻ ചുണ്ടനാണ് നീരടിഞ്ഞത്. ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിലെ രാജശില്പിയായ എടത്വാ കോയിൽ മുക്ക നാരായണനാചാര്യയുടെ പിൻതലമുറക്കാരനായ സാബു നാരായണൻ ആചാര്യാണ് മുഖ്യശില്പി. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ് പുണ്യാളൻ ചുണ്ടനിൽ തുഴയെറിയും. കായൽപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള അപ്പർ കുട്ടനാട്ടിലെയും കുട്ടനാട്ടിലെയും ജലാശയങ്ങളിൽ ഇനി പത്തനംതിട്ട ജില്ലയിലെ മൂന്നാമത്തെ ചുണ്ടനായ പുണ്യാളൻ ചുണ്ടൻ ഇനി മത്സരത്തിനുണ്ടാവും. നമ്മളോടൊപ്പം ചേരുന്നത് ഈ പുണ്യാളൻ പുതിയതായിട്ട് നീറ്റിലിറക്കിയ ഈ പുണ്യാളൻ ചുണ്ടന്റെ പ്രസിഡന്റ് റെന്നി ഫിലിപ്പ്. എങ്ങനെയാണ് ഈ ജില്ലയിലെ മൂന്നാമത്തെ ചുണ്ടൻ? ആവേശത്തിലാണല്ലോ. തീർച്ചയായിട്ടും വലിയൊരു ആവേശത്തിലായിരുന്നു. ഞങ്ങൾ ഇന്നലെ നീറ്റിലിറക്കി. ഞങ്ങൾ 2 വർഷത്തെ അധ്വാനത്തിന്റെ ഫലം ഇന്നലെ നീറ്റിലിറക്കി. അതിൽ ഞങ്ങൾ ഭയങ്കര സന്തോഷവാന്മാരാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഒരു പ്രത്യേകത, ചുണ്ടൻ വള്ളങ്ങളല്ല, എല്ലാ വള്ളങ്ങളുടെയും ഒരു പ്രത്യേകത, കരയ്ക്കിരുന്ന് അതിന്റെ ഫുൾ പണി കഴിഞ്ഞതിന് ശേഷം ഫൈനൽ റിസൾട്ടാണ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. മറ്റുള്ള ഏതെങ്കിലും ഒരു എഞ്ചിനീയർ വിസ്മയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറ്റങ്ങളുണ്ടെങ്കിൽ പാകപ്പിഴകളുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ നമുക്ക് തിരുത്താൻ കഴിയും. ഇതെന്ന് പറഞ്ഞാൽ ഫുള്ള് പണി കഴിഞ്ഞതിന് ശേഷം നീറ്റിലിറങ്ങുകയാണ്. നീറ്റിലിറക്കി അത് ആ ഓളപ്പരപ്പിലെ വെള്ളത്തിൽ കിടക്കുമ്പോൾ അതിന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ആവലാതിയാണ്. ഈ ചുണ്ടൻ വള്ളങ്ങളുടെ പെരുന്തച്ഛനായിട്ടുള്ള കോഴിമുക്ക് നാരായണാചാര്യയുടെ മകനാണല്ലേ സാബു ചേട്ടൻ? സാബു ആചാരി അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ 9ാമത്തെ ചുണ്ടൻ വള്ളമാണ് ഇത്. ഇപ്പോൾ ഈ ആരോമ ചുണ്ടൻ കഴിഞ്ഞ 10-15 ദിവസത്തേക്ക് മുന്നേ നീരണിഞ്ഞു. ഇനി ഒരെണ്ണം വരുന്നുണ്ട്, ആർപ്പുകര ചുണ്ടൻ. അങ്ങനെ 3 ചുണ്ടൻ വള്ളം ഈ വർഷം പുതിയതായിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിലെ നമ്മളെ വലിയ ദിവാഞ്ചി അല്ലെങ്കിൽ കരുവാറ്റ, ആനാരി അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം നമ്മുടെ നിരണത്തിന് ഒരു 3ാമത്തെ ചുണ്ടൻ. നിരണത്തെ 2ാമത്തെ ചുണ്ടനാണ്. പത്തനംതിട്ട ജില്ലയിലെ 3ാമത്തെ ചുണ്ടനാണ് ഇത്. നമ്മുടെ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും കർഷക തൊഴിലാളികളും ഒക്കെ സാധാരണക്കാരുടെ ഒരു നാടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലെ അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടായി. എല്ലാവരും ഭയങ്കര ആവേശത്തിലായിരുന്നു. ഞങ്ങൾ നീറ്റിലിറക്കിയതിനു ശേഷം 2 കരകളിലുള്ള ദേവാലയങ്ങൾ സന്ദർശിച്ചു. അവിടെ നിന്നുള്ള അനുഗ്രഹങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ടാണ് തിരിച്ചിവിടേക്ക് വന്നത്. നമുക്ക് 2013 ഞങ്ങൾ ഇതിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട തടിയെടുക്കുന്നതും അതുപോലെ തന്നെ രജിസ്ട്രേഷന്, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, അതെല്ലാം. പിന്നെ 2024 നമ്മൾ തടി അർപ്പിച്ച് പരിപാടി തുടങ്ങുന്നത്. ഇപ്പം ഏതാണ്ട് 2 വർഷമായി. അതെന്ന് പറയുന്നത് 85 തുഴച്ചിൽക്കാരും 5 അമരക്കാരും അതുപോലെ തന്നെ 7 നിലയാളും കയറുന്നതാണ്. 128 അടി നീളവും 63 ഇഞ്ച് വീതിയുമാണ് വള്ളം. അത് സാബു നാരായണാചാര്യയുടെ നേതൃത്വത്തിലുള്ള മറ്റ് 11 ആചാര്യന്മാരുടെ കൂടിയാണ് അത് പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. നിരവധി തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള കുമരകം ബോട്ട് ക്ലബ്ബാണെന്ന് തോന്നുന്നു. അതെ, ഇത്തവണ നമ്മുടെ വള്ളത്തിൽ കളിക്കുന്ന, ആദ്യമായിട്ട് നെഹ്റു ട്രോഫിയിൽ കളിക്കുന്നത് കോട്ടയത്തിന്റെ ചെകുത്താന്മാരെന്നാണ് അവരുടെ വിളിപ്പേര്. കുമരകത്തിന്റെ ചെകുത്താന്മാർ. കാര്യം പല റെക്കോർഡുകളും അവരുടെ പേരിലുണ്ട്. അവരാണ് KTBC ആണ് നമ്മുടെ വള്ളത്തിൽ ഇത്തവണ തുഴയുന്നത്. അതുപോലെ തന്നെ കാരിച്ചാൽ ചുണ്ടല് മറ്റുള്ള പല വള്ളങ്ങളിലും അവർ കപ്പുകൾ നേടിയിട്ടുണ്ട്. വായ്പാടനെ അങ്ങനെയൊക്കെ. അതിന്റെ കൂടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ ലീഡിംഗ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ സുനിൽ കൈനരിയാണ്. അദ്ദേഹം പോലീസ് സബ് ഇൻസ്പെക്ടറാണ്. ഈ വള്ളംകളി ഫീൽഡിൽ ഒരുപാട് പരിചയമുള്ള, ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് കോച്ചിങ് മേഖലകളിലൊക്കെ ഒരുപാട് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് നമ്മുടെ ലീഡിംഗ് ക്യാപ്റ്റൻ. ഈ വർഷം നെഹ്റു ട്രോഫി എടുക്കും തീർച്ചയായിട്ടും. ഞങ്ങൾ വള്ളം നീറ്റിലിറക്കി. അത് ഞങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശശുദ്ധിയുടെ ഒരു 10-15% ആവുന്നുള്ളൂ. നെഹ്റു ട്രോഫിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. എവിടേക്കായിരിക്കും ഇതിന്റെ തുഴച്ചിൽക്കാരുടെ പ്രാക്ടീസും മറ്റും? ഇത് വള്ളം ഇവര് കുമരകത്ത് കൊണ്ടുപോകും. കുമരകത്ത് വെച്ചാണ് ഇതിന്റെ പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം അവർ ചെയ്യുന്നത്. എത്ര കമ്മിറ്റി എങ്ങനെയൊക്കെയായിരുന്നു ഇതിന്റെ? എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള ആക്റ്റീവായിട്ടുള്ള എല്ലാവരും ഇതിനകത്ത് കമ്മിറ്റി മെമ്പേഴ്സായിട്ട്. ഈ വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഞങ്ങൾ ഈ വള്ളം പണിത്. ഏകദേശം 45 ലക്ഷം രൂപ ആയതുള്ളൂ. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ നാടിന്റെ വിജയമാണ്. എല്ലാവരും അവരുടെ ശാരീരികമായിട്ടുള്ള അധ്വാനവും അവരാലാകുന്ന സാമ്പത്തിക സഹായങ്ങളും എല്ലാം ചെയ്തുകൊണ്ട്, ശാരീരിക അധ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പല വള്ളങ്ങളും ഉണ്ടാക്കുമ്പോൾ അവിടെ കമ്മിറ്റി മെമ്പേഴ്സ് വരെ അവരുടെ ഒരു ടച്ച് അന്നത്തെ ദിവസം വേതനം എഴുതിയെടുക്കും. ഇവിടെ എല്ലാവരും കഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു 5 പൈസ വേതനമില്ലാതെ കണ്ട് ശാരീരികമായിട്ട് കഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മുടെ ഇതിന്റെ ഈ നിർമ്മാണ ചെലവ് ഇത്രയും കുറഞ്ഞു കിട്ടിയത്. മാലിപ്പുര ഇവിടെ അടുത്തുണ്ടോ? ഇതിന് അപ്പുറത്തായിട്ടാണ് നമ്മൾ മാലിപ്പുര കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നാളെ മറ്റന്നാളായിട്ട് കുമരകംകാർ വള്ളം കൊണ്ടുപോകും. അതിനുശേഷം നെഹ്റു ട്രോഫി കഴിഞ്ഞതിന് ശേഷമേ തിരിച്ചു വരികയുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ അവിടെ മാലിപ്പുര കെട്ടി വള്ളം അവിടേക്ക് കയറ്റി വെക്കാനാണ് ഉദ്ദേശിച്ചത്. ഇക്കുറിയിൽ നെഹ്റു ട്രോഫിയിൽ തീപാറുന്ന പോരാട്ടമായിരിക്കും
പുണ്യാളം ചുണ്ടലിൽ കുമരകം ബോട്ട്സ് ക്ലബ്ബ് നടത്തുന്നത്. അതിന്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള റെന്നി ഫിലിപ്പോസ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലപ്പം, പ്രസാദം ജെ, പത്തനംതിട്ട.